ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മളിന്ന് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ചില സുഹൃത്തുക്കൾ കമന്റിലൂടെ ചോദിച്ചിരുന്നു, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ മുടങ്ങിയിട്ട് ഒരുപാടായി, അതിനെപ്പറ്റിയുള്ള വീഡിയോകളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. അതിനെപ്പറ്റിയുള്ള വീഡിയോയും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നുള്ള കാര്യവും നമ്മൾ ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിലവിൽ പെൻഷൻ ലഭിക്കുന്നവരിൽ അനർഹർ ഉള്ളവരെ കണ്ടെത്തി പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിനെപ്പറ്റിയും നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ചാനൽ കാണുന്ന എല്ലാവരും ഇതുപോലുള്ള പുതിയ അറിയിപ്പുകൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കായിട്ടുള്ള പെൻഷൻ കഴിഞ്ഞ 15 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 2023 ഒക്ടോബറിലെ പെൻഷനാണ് നിലവിൽ നൽകാനുള്ളത്. 3,70,000 പേർക്കാണ് നിലവിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നത്. ഇവർക്കാണ് നിലവിൽ 15 മാസത്തെ കുടിശ്ശിക നിലവിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ പുതിയതായി അപേക്ഷ സമർപ്പിച്ചവരിൽ 20 മാസം വരെ പെൻഷൻ മുടങ്ങിയവരും ഉണ്ട്. നിലവിലെ 15 മാസത്തെ മുടക്കം 24,000 രൂപയാണ് പെൻഷൻ നൽകി തീർക്കാനുള്ളത്. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ആണെങ്കിൽ 4,800 രൂപയാണ് നൽകി തീർക്കാൻ ബാക്കിയായിട്ടുള്ളത്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ വിവാഹ ധനസഹായവും അതുപോലെ തന്നെ ചികിത്സാ ധനസഹായവും മുടങ്ങിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ 20 ലക്ഷത്തോളം പേരാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിലവിൽ 10 ലക്ഷത്തോളം പേർ മാത്രമാണ് അംശദായം സമർപ്പിച്ചു വരുന്നത്. 50 രൂപ വീതമാണ് സമർപ്പിച്ചു വരുന്നത്. നിലവിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബിൽഡിങ്ങുകളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെസ് പൂർണ്ണമായി കളക്ട് ചെയ്യാൻ സാധിക്കാത്തതിനാലാണ് ഈ പെൻഷൻ മുടങ്ങിയത് എന്നാണ് പറയുന്നത്. നിലവിൽ ഇവർ സെസ് പൂർണ്ണമായി കളക്ട് ചെയ്തുകൊണ്ട് ഈ കുടിശ്ശിക നൽകി തീർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ ഇതിന്റെ പെൻഷൻ തുകകൾ എല്ലാവർക്കും ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ക്ഷേമനിധി പെൻഷനിൽ നിലവിൽ 4,800 രൂപ കുടിശ്ശിക നിലനിൽക്കുകയാണ്. അത് ഈ സാമ്പത്തിക വർഷം 2025-26 തന്നെ നൽകി തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ 20-ാം തീയതിക്ക് ശേഷം എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനർഹരെ പുറത്താക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളെ തുടർന്ന് ഉടനെ നടപടികളൊന്നും വേണ്ട എന്ന തീരുമാനത്തിലാണ്. നിലവിൽ നടപടികളൊന്നും ആരംഭിക്കുന്നതല്ല. നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നതല്ല. EKYC മാത്രമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് EKYC പൂർത്തിയാക്കിക്കൊണ്ട് പെൻഷൻ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. താങ്ക്